കഴിഞ്ഞ 10 വർഷക്കാലം ഏറെ ദുരിതം അനുഭവിച്ച ഒരു സമൂഹമായിരുന്നു കേരളത്തിലെ നെൽകർഷകർ. പുതിയ സർക്കാരിനെ ഒത്തിരിയേറെ പ്രതീക്ഷയോടെയാണ് ഇവർ വരവേറ്റത്. പുതിയ സർക്കാർ അധികാരമേറ്റ് 1 മാസം പിന്നിടുമ്പോൾ കേരളത്തിലെ നെൽകർഷകർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ശ്രവിക്കാം. നമ്മളോടൊപ്പമുള്ളത് നെൽകർഷക സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളുങ്ങുന്നാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. പുതിയ സർക്കാർ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിച്ചോ? പുതിയ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ വന്നിട്ട് അധികം നാളായില്ല എന്നുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ പൊതുവെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരമുള്ള ചില വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ളത് ശ്ലാഘനീയമാണ്. പക്ഷേ കേരളത്തിലെ നെൽകർഷകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ദുരിതത്തിന് നാളിതുവരെ മാറ്റം വന്നിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം 2020-21 വർഷം ഏകദേശം 4 ലക്ഷത്തോളം നെൽകർഷകരുണ്ടായിരുന്നത് 2024-25 വർഷം ഈ വർഷത്തെ സംഭരണം കൊണ്ട് പൂർത്തിയാവുന്നേ ഉള്ളൂ, ഡേറ്റ അപ്ഡേറ്റ് ആവുന്നില്ല. അതുകൊണ്ടാണ് അത് 2,06,879 കർഷകരായി ചുരുങ്ങി. നമ്മളുടെ ഉൽപ്പാദനം 5.8 ലക്ഷം മെട്രിക് ടൺ നെല്ലായി ചുരുങ്ങി. അപ്പം വളരെയേറെ കർഷകർ ഈ മേഖല വിട്ടൊഴിയുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഈ വരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഭരണത്തിലുള്ള ഗവൺമെൻറ് മനസ്സിലാക്കണം. ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യതയിൽ സ്വയം പര്യാപ്തതയിൽ നമ്മൾ ഇതുവരെയായിട്ടും അതിൻ്റെ പ്രതീക്ഷിച്ച ഒരു തലത്തിലേക്ക് എത്താൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, നമ്മളുടെ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞു. കേവലം 10%, അതായത് 32 ലക്ഷം മെട്രിക് ടൺ അരിയുടെ ആവശ്യമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ നമ്മൾ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നത് സത്യസന്ധമായി നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവും ഏകദേശം 3.2 ലക്ഷം മെട്രിക് ടൺ അരി മാത്രമാണ്. അപ്പം അതിൻ്റെ 90% നമ്മൾ ഒന്നുമില്ലെങ്കിൽ കേന്ദ്ര പൂളിനെ ആശ്രയിക്കുന്നു, കേന്ദ്ര ഗവൺമെൻറ്റിനെ ആശ്രയിക്കുന്നു, അല്ല എന്നുണ്ടെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്വകാര്യ അരി വിതരണക്കാരെയാണ് ആശ്രയിക്കുന്നത്. വലിയൊരു തുകയാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കേരള സംസ്ഥാനത്തിൻ്റെ അതിർത്തി കടന്നു പോകുന്നത്. അതുകൂടാതെ നമുക്കറിയാം കേരളത്തിൽ പെസ്റ്റിസൈഡ്സും വീഡിസൈഡ്സും ഫംഗിസൈഡ്സും ഒക്കെ ഉപയോഗിക്കുന്നതിന് വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്. ഇതൊന്നുമില്ലാത്ത ചില പ്രദേശങ്ങളിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭക്ഷ്യധാന്യങ്ങളും പച്ചക്കറികളും അടക്കം വരുന്നത്. അപ്പം കേരളത്തിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. എനിക്ക് തോന്നുന്നു UDF ഗവൺമെൻറ് അതിനെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കും. പക്ഷേ നിലവിൽ ഞങ്ങൾ അസ്വസ്ഥരാണ്, തുറന്നു പറയാം. കഴിഞ്ഞ ദിവസം സ്കൂൾ തുറന്നു, 1-ാം തീയതി സ്കൂൾ തുറന്നു. ഏറ്റവും കൂടുതൽ ഒരു കുടുംബത്തെ, സാധാരണക്കാരായിട്ടുള്ള കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ചിലവുകൾ വരുന്ന ഒരു കാര്യമാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത്. ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. അതുകൂടാതെ വളരെ ദയനീയമായിട്ടുള്ള മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത് നമ്മുടെ ഒരു സുഹൃത്താണ്, കർഷകനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബപരമായി അവർ ചെയ്യുന്നത് കൃഷിയാണ്. ആ കൃഷിയിൽ ഏകദേശം 8-9 ലക്ഷം രൂപ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നെല്ല് നൽകിയ വകയിൽ ലഭിക്കാനുണ്ട്. ആ മനുഷ്യൻ്റെ വീട്ടിലെ വാട്ടർ കണക്ഷൻ വാട്ടർ അതോറിറ്റിയുടെ ആളുകൾ വന്നിട്ട് ഡിസ്കണക്ട് ചെയ്തു. നമ്മളൊന്ന് ആലോചിക്കണം, ഈ ബഹുമാനപ്പെട്ട VD സതീശൻ നേതൃത്വം നൽകുന്ന കേരളത്തിൻ്റെ പുതിയ മന്ത്രിസഭ ഒരു പുതിയ വകുപ്പ് തന്നെ ഉണ്ടാക്കി. എന്താണ്? വയോജനങ്ങൾക്ക് മുന്തിയ പരിഗണന സമൂഹത്തിൽ നൽകും. 2 വയോജനങ്ങളുള്ള വീട്ടിലെ ഒരു വാട്ടർ കണക്ഷനാണ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഓൺ ദ സ്പോട്ടിൽ 7,000 ചില്ലുവാനും രൂപ കുടിശ്ശിക ഉണ്ടെന്നുള്ളതിൻ്റെ പേരിൽ ഡിസ്കണക്ട് ചെയ്ത്. അതേ സ്ഥാനത്ത് സർക്കാർ ഏകദേശം 8 ലക്ഷം രൂപയുടെ അടുത്ത് ആ മനുഷ്യന് കൊടുക്കാൻ കിടക്കുകയാണ്. സർക്കാർ എന്ന് ഉദ്ദേശിച്ചത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ്. ഈ പണം വന്നാലല്ലേ ഞങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയുടെ ബില്ലടയ്ക്കാൻ പറ്റൂ, ഞങ്ങൾക്ക് കറണ്ട് ബില്ലടയ്ക്കാൻ പറ്റൂ. ഇപ്പം സൗജന്യമായിട്ടുള്ള യാത്രയെ പറ്റി പറയുന്നുണ്ട്, പക്ഷെ പുരുഷന്മാരായിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത്. അവരുടെ പോക്കറ്റിൽ പൈസ ഇല്ലാതെ കൊണ്ട് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റൂ. കാര്യങ്ങളുടെ പ്രയോറിറ്റി മനസ്സിലാക്കി നമ്മുടെ ഭരണാധികാരികൾ തീരുമാനം കൈക്കൊള്ളണം. ഇന്ന് കേരളത്തിലെ കഴിഞ്ഞ സീസണിൻ്റെ കണക്ക് പരിശോധിച്ചാൽ 2 ലക്ഷത്തിൽ ചില്ലുവാനും വരുന്ന കർഷകർ പൂർണ്ണമായും അവർ കടക്കാരാണ്. സിസ്റ്റം തന്നെ അവരെ കടക്കാരാക്കിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിന് എങ്ങനെ മാറ്റം കൊണ്ടുവരാൻ പറ്റും? എനിക്ക് തോന്നുന്നു UDF ഗവൺമെൻറ് അതിനെ ഗൗരവതരമായി ചിന്തിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ വലിയൊരു വസ്തുതയുണ്ട്. കുട്ടനാട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കർഷകരുടെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കർഷകർ അധിവസിക്കുന്ന ഒരു പ്രദേശം. ഈ കഴിഞ്ഞ സീസണിൽ പോലും
കുട്ടനാട്ടിലെ നെൽ കർഷകർ, അതായത് 24,064 പേരിൽ നിന്ന് സംഭരിച്ച നെല്ലെന്ന് പറയുന്നത് ഏകദേശം 1,00,000 മെട്രിക് ടൺ നെല്ലാണ്. അതിൻ്റെ വില എന്ന് പറയുന്നത് 291 കോടി രൂപയുടെ അടുത്ത് വരും. ആ പൈസ കിട്ടാൻ കിടക്കുകയാണ്. 273 കോടി രൂപ ഈ കുട്ടനാട്ടിലെ ഈ 13 പഞ്ചായത്തിലുള്ള കർഷകർക്ക് കിട്ടാൻ കിടക്കുകയാണ്. എങ്ങനെ മുന്നോട്ട് പോകും? ഈ പൈസ കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ ഞങ്ങൾ കടം മേടിച്ചും അല്ലാതെയും കൃഷിയിൽ ഇറക്കിയതാണ്. ഈ കൃഷി ചെയ്യുന്ന ആളുകൾ ഒരു മനുഷ്യനോട് കടം പറയാൻ പര്യാപ്തമായ സാഹചര്യമില്ല. കർഷക തൊഴിലാളികളോട് കടം പറയാൻ പറ്റില്ല. ട്രാക്ടർ അടിക്കാൻ വന്ന അവരോട് കടം പറയാൻ പറ്റത്തില്ല. വളം മേടിക്കുന്നിടത്തും കീടനാശിനി മേടിക്കുന്നിടത്തും ഒരു പരിധി വരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിർത്താം. പക്ഷേ സൊസൈറ്റികളിൽ നിന്നാണ് അതും അവിടെ നടക്കത്തില്ല. കൊയ്ത്ത് മെഷീൻകാരോട് കടം പറയാൻ പറ്റത്തില്ല, അവർക്കും പൈസ കൊടുക്കണം. ഈ ചുമട്ടു തൊഴിലാളി അല്ലെ വള്ളക്കൂലി, വാരുകൂലി ഇത്യാദി എല്ലാ ചെലവുകളും നമ്മൾ ഓൺ ദ സ്പോട്ട് കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് PRS എഴുതി ആ PRS മേടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പം നമ്മുടെ നെൽകർഷകരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇപ്പം ആന്ധ്രയിൽ നിന്ന് വില കുറഞ്ഞ അരി വരുന്നുണ്ട് എന്നുള്ളത്. അപ്പം നമുക്ക് കേരളത്തിൽ ഇപ്പം നെല്ലിൻ്റെ ആ ഒരു ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? അതായത് ഈ പറഞ്ഞ വളത്തിൻ്റെ അത് സൗജന്യമായിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിലം സൗജന്യമായിട്ട് ഉഴുതു കൊടുക്കുക, ഇങ്ങനെ ചെലവ് കുറച്ചാൽ തന്നെ നമുക്ക് കർഷകർക്ക് ഒരു പരിധിവരെ നെല്ലിൻ്റെ വില കൂട്ടാതെ തന്നെ പിടിച്ചു വയ്ക്കാൻ സാധിക്കത്തില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഗൗരവതരമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. നമുക്കിപ്പം നിലവിലെ സാഹചര്യം എന്താണ്? നമ്മളുടെ ഉൽപ്പന്നമായ നെല്ല് വിറ്റ് കിട്ടുന്ന വിലയും നമ്മൾ ആ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ ചെലവഴിക്കുന്ന ചെലവും തമ്മിലുള്ള അന്തരമാണ് കർഷകന്റെ കയ്യിൽ മിച്ചം പിടിക്കാൻ പറ്റുന്ന ഒരു തുകയെന്ന് പറയുന്നത്. അതല്ലേ? അപ്പം ഇവിടെ സ്കീമുകൾ ഇല്ലാഞ്ഞിട്ടല്ല. SDRF സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫോർ റൈസ് 5500 രൂപയുണ്ട്. കൂടാതെ മണ്ണിന്റെ ഗുണനിലവാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് റെഗുലറായി തുടക്കകാലം മുതൽ തന്നുകൊണ്ടിരുന്നതാണ് ഈ കക്കായ അല്ലെങ്കിൽ ഡോളോമൈറ്റ് അതുപോലുള്ള സാധനങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 5400 രൂപ ഉണ്ടായിരുന്നു. കൂടാതെ ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് വിത്ത് ഉൽപാദന പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്ന ഇതൊന്നും തന്നെ വേണ്ട രീതിയിൽ കിട്ടുന്നില്ല. ഇപ്പം വ്യാപകമായി പറയുന്നത് കർഷകർക്ക് സൗജന്യമായിട്ട് വിത്ത് നൽകുന്നു എന്നാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു DDയോട് സംസാരിച്ചപ്പം പറയുന്നത് അതങ്ങനെയല്ല, SDRFന്റെ പൈസ ഞങ്ങൾ തരുന്നില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഞങ്ങൾ വിത്ത് തരുന്നില്ലേ? ഞാൻ ചോദിച്ചപ്പം വിത്ത് സൗജന്യമായിട്ടല്ലേ? അല്ല, ഈ പറയപ്പെടുന്ന സ്കീമുകളിൽ നിന്ന് മിച്ചം പിടിക്കുന്ന അല്ലെങ്കിൽ ആ പണം ഉപയോഗിച്ചാണ് കർഷകർക്ക് വിത്ത് വാങ്ങിക്കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ലഭിക്കേണ്ട പൈസയാണ്, വിവിധ സ്കീമുകൾ പ്രകാരം ലഭിക്കേണ്ട പൈസയാണ് വിത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്. അപ്പോൾ ആ വിത്ത് തന്നെ ഗുണനിലവാരം ഇല്ലാത്തതാണ്, അത് സമയത്ത് കിളിർക്കുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് തരേണ്ട പല സബ്സിഡികളും നിർത്തിവെച്ചിരിക്കുകയാണ്. റോയൽറ്റി 3000 രൂപയുണ്ട്, അത് ലഭിക്കുന്നില്ല. പ്രൊഡക്ഷൻ ബോണസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡുണ്ട്, ഒരു വർഷങ്ങളായി അത് ലഭിക്കുന്നില്ല. അപ്പം ഈ ഉൽപാദന മേഖലയിൽ ചെലവ് ചുരുക്കാൻ പര്യാപ്തമായിട്ടുള്ള സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടെങ്കിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വലിയൊരു ആശ്വാസമാണ്. ഇപ്പം വളത്തിൻ്റെ വില എടുക്കുക, ഫാക്ടബോസിന് 600 രൂപയുടെ അടുത്താണ് കൂടിയത്, 425 രൂപയുടെ അടുത്ത് ഏകദേശം പൊട്ടാഷിൻ്റെ വില കൂടി. യൂറിയയുടെ ലഭ്യത വലിയൊരു പ്രതിസന്ധിയാണ്. അഥവാ ലഭ്യമായെങ്കിൽ പോലും നമ്മൾ ആധാർ കാർഡും മറ്റും കൊടുത്ത് നമ്മൾ ജെനുവിനായിട്ടുള്ള രീതിയിൽ എടുക്കാൻ ചെന്നാൽ പോലും നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? ഇതിനോ മറ്റ് കർഷകർക്ക് ആവശ്യമില്ലാത്ത വില കൂടിയ ഉൽപ്പന്നങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പം ഇതിനെതിരെ പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ ഞങ്ങൾക്കാവുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഞങ്ങൾ അസംഘടിതരാണ്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കേണ്ടത് ആരാണ്? കൃഷി വകുപ്പാണ്, കൃഷി വകുപ്പ് മന്ത്രിയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിലെ പാർലമെൻറ്റിലേക്ക് പോയിരിക്കുന്ന ഞങ്ങളുടെ പാർലമെൻറ്റേറിയൻസ് ആണ്. അവർ ഞങ്ങളുടെ വിഷയങ്ങളിൽ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് ഏത് രീതിയിൽ ഉൽപാദന ചെലവിൽ നിയന്ത്രണം കൊണ്ടുവരാൻ കർഷകർക്ക് ആശ്വാസമാകുന്ന നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി ആഴത്തിൽ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. മാർക്കറ്റിൽ 1 കിലോ നെല്ലിന്റെ വില 1 രൂപ കൂടിയാൽ അരിയുടെ വില എങ്ങനെ കളിച്ചെന്ന് പറഞ്ഞാലും 2 മുതൽ 3 രൂപ വരെ കൂടും. അത് നമ്മുടെ ഇൻഫ്ലേഷനെ കൂടുതൽ ദോഷകരമായി ബാധിക്കത്തേ ഉള്ളൂ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ സ്കീമുകൾ ഇല്ലാഞ്ഞിട്ടല്ല. ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. നമുക്ക് സീഡ് ഗ്രോവേഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ബഡ്ജറ്റഡ് അലോക്കേഷൻ ഉള്ള ഒരു പദ്ധതിയുണ്ട്. ഇവിടെ ആവശ്യമായിട്ടുള്ള വിത്ത് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ 3000 ഹെക്ടർ പ്രദേശത്തേക്ക് വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ ഓരോ വർഷവും 1.5 കോടി രൂപയാണ് മാറ്റിവെക്കുന്നത്. ഈ പൈസ എവിടെ പോന്നു?
എടത്വായിലുള്ള ഒരു 4 പാടശേഖരങ്ങൾ ഈ ഒരു പദ്ധതിയുമായി തയ്യാറായി മുന്നോട്ട് വന്നു. അത് ഞങ്ങൾ ആലപ്പുഴ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ ചെന്ന് പറഞ്ഞു. അവർ ഡീറ്റെയിൽസ് അവരാവശ്യപ്പെട്ടതെല്ലാം എഴുതി കൊടുത്തു. 1 ഇഞ്ച് മുന്നോട്ട് പോകാനായിട്ടാവുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എത്രയോ ഡിപ്പാർട്ട്മെന്റുകളും ഉപഡിപ്പാർട്ട്മെന്റുകളും വകുപ്പുകളും എല്ലാം കൃഷി വകുപ്പിന്റെ കീഴിലുണ്ട്. ആത്യന്തികമായി എന്താണ് റിസൾട്ട്? ആകെപ്പാടെ ഈ സീസണിൽ ഞങ്ങളുടെ നെല്ലിന്റെ ഉൽപാദനത്തിന്റെ വില എന്ന് പറയുന്നത്, കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ച് 5.8 ലക്ഷം മെട്രിക് ടണ്ണിന് കേന്ദ്ര MSPയും സംസ്ഥാനത്തിന്റെ പ്രൊഡക്ഷൻ ഇൻസെന്റീവും കൂടെ ചേർന്ന്, കേന്ദ്ര MSP 1331 കോടി രൂപയായിരുന്നു. 270 കോടി രൂപയുടെ അടുത്തായിരുന്നു നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രൊഡക്ഷൻ ഇൻസെന്റീവ്. ഇതെല്ലാം കൂടെ കൂട്ടി 1645 കോടി രൂപയാണ് ഈ നാട്ടിലെ 2 ലക്ഷത്തിലധികം വരുന്ന കർഷകർ ഉൽപ്പാദിപ്പിച്ച നെല്ലിന്റെ വിലയെന്ന് പറയുന്നത്. അപ്പം കൃഷി വകുപ്പ് ഒരു വർഷം എത്ര കോടി രൂപയാണ് ഇതര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്? നമ്മുടെ ആഭ്യന്തര ഉൽപാദനവും നമ്മൾ അതിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന ആ പണവും തമ്മിൽ ഒരു അനാലിസിസ് നടത്തേണ്ട, ഒരു റിവ്യൂ നടത്തേണ്ട. എവിടെയാണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? പാളിച്ചകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പാളിച്ചകൾ മാത്രമേ നമുക്ക് ഒരുപക്ഷെ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഒരു കാര്യം ഇവിടെ പറയാം, എല്ലാവരും പറയുന്നുണ്ട് D1 എന്ന് പറയുന്നത് മാറ്റേണ്ട സമയമായി. വിത്ത് ആരാ മാറ്റേണ്ടത്? മങ്കമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ എന്താണ് കാണാൻ പറ്റുന്നത്? അവർക്ക് ആവശ്യമായിട്ടുള്ള റിസർച്ചിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാണോ? ഒരു ഉദാഹരണം കൊണ്ട് ഞാൻ പറയാം. ഇന്ത്യയുടെ 148ൽ 1 അംശമേ വരുന്നുള്ളൂ ഇസ്രായേൽ. എന്ന് പറഞ്ഞാൽ ഭൂവിസ്തൃതിയിൽ ഇന്ത്യയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 0.68% മാത്രമേ വരുന്നുള്ളൂ ഇസ്രായേൽ. അവര് ലോകത്തിന്റെ നെറുകയിൽ മോഡലാണ്. ഇസ്രായേൽ മോഡൽ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വന്നു. എന്തുകൊണ്ടാണ്? അവരുടെ GDPയുടെ 5 മുതൽ 6% വരെ അഗ്രികൾച്ചറൽ സെക്ടറിൽ R&Dക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. ഇന്ത്യയിലോ അതേ സ്ഥാനത്ത് 0.526. അവർ കൊടുക്കുന്നതിന്റെ 10-1 മാത്രമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ നമ്മുടെ കർഷകരുടെ വരുമാനം അല്ലെങ്കിൽ കാർഷിക മേഖല മുന്നോട്ട് പോകാനായിട്ടാവും? യന്ത്രവൽക്കരണം ഇന്ന് അനിവാര്യമാണ്. തൊഴിലാളി രംഗത്ത് വളരെയധികം ഷോർട്ടേജ് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. പാലക്കാടുള്ള ഞങ്ങളുടെ സഹകർഷകർ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, അവിടെ 200 ഏക്കറിന്റെ നടീച്ചിലിന് ആളില്ല, നടാനാളില്ല. അവർ ബംഗാളികളെ നോക്കിയിരിക്കുക. അവർ വരാത്തതിന് ഇവിടുന്ന് വണ്ടി വിളിച്ച് അവിടെ പോയി വണ്ടിയാൽ നിർബന്ധിച്ച ആളുകളെ കൊണ്ടുവന്ന് നടിയിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള രംഗങ്ങളിൽ നമുക്ക് കൃഷി വകുപ്പിന് തന്നെ യന്ത്രവൽക്കരണത്തിന് വേണ്ടിയിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് നടത്താൻ ഉപവകുപ്പുകളുണ്ട്. നമ്മുടെ മങ്കമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ ബോർഡെ നോക്കി നമുക്ക് കാണാം, അതിന്റെ പടിഞ്ഞാറേ അറ്റത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. എന്തുകൊണ്ട് ഇതൊക്കെ ശരിയായിട്ടുള്ള രീതിയിൽ കർഷകർക്ക് പ്രയോജനകരമാകുന്നില്ല? അടിസ്ഥാനപരമായി അക്കൗണ്ടബിലിറ്റി ഇല്ല. അത് വകുപ്പ് മേധാവികൾ അടക്കം താഴോട്ട് വരണം. ഇവിടെ കൃഷിഭവനുകൾ, നമ്മൾ കഴിഞ്ഞ 1 വർഷം മുമ്പ് നമ്മൾ കേട്ടാണ്, നീലംപേരൂർ കൃഷിഭവനിൽ ഉള്ളിൽ നിന്ന് മൂർഖംപാമ്പിനെ പിടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്ക്. നീലംപേരൂർ എന്ന് പറഞ്ഞാൽ 8000 ചില്ലുവാനും കർഷകരുള്ള ഒരു കൃഷിഭവനാണ്. ഏറ്റവും വലിയ പാടശേഖരം അതിന്റെ കീഴിലാണ് 24,000. എന്നിട്ട് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു കൃഷിഭവനിനുള്ളിൽ സ്വസ്ഥമായിട്ടിരുന്ന ഒരു കൃഷി ഉദ്യോഗസ്ഥന് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഈ മേഖലയോട് ഇങ്ങനെ കൈയൊഴിയാൻ പറ്റില്ല. അവഗണനയാണ്. നെൽകർഷകരോട് മാത്രമല്ല, കാർഷിക മേഖലയോട്, നമ്മുടെ പൊതുസമൂഹത്തിനായിക്കോട്ടെ, ഭരണകൂടങ്ങൾക്കായിക്കോട്ടെ, എല്ലാവർക്കും അവഗണനയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ കുട്ടനാട്ടിലെ നെൽകർഷകരുടെ ഒരു കാര്യം പറയുമ്പോൾ, നെല്ലുൽപാദകർ എന്നതിനപ്പുറത്ത് കുട്ടനാടിനെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു വിഭാഗമാണ് നെൽകർഷകർ. നമ്മൾ പല സ്ഥലങ്ങളോട് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ജലനിരപ്പിന്റെ അതേ ലെവലിൽ തന്നെയാണ് പല വീടുകളുടെയൊക്കെ മേൽക്കൂര ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ പുറകിലുള്ള ആ ഒരു പാടത്ത് കൃഷി ഒരു വർഷം ചെയ്തില്ലെങ്കിൽ ആ വീട് മുഴുവൻ വെള്ളത്തിനടിയിലാകും. 1ാം കൃഷിയും 2ാം കൃഷിയൊക്കെ. അങ്ങനെ കുട്ടനാടിനെ പല സ്ഥലങ്ങളിലും സംരക്ഷിച്ച് നിർത്തുന്നത് നെൽകർഷകരാണ്. അപ്പം കുട്ടനാട് നിലനിൽക്കണമെങ്കിൽ ഇവിടെ നെൽകൃഷി നിലനിൽക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം നെൽകൃഷി എന്ന് പറയുന്നത് കേവലം ഒരു വരുമാന സ്രോതസ് മാത്രമല്ല, പാരിസ്ഥിതികമായി വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മളുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ വെച്ച് നോക്കുമ്പോൾ നെൽകൃഷി ഇല്ലെങ്കിൽ കൈനഗിരി പോലുള്ള പ്രദേശങ്ങളിൽ, എന്തിന് ചമ്പക്കുളം, നെടുമുടി, പുളുങ്ങുന്ന ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ മനുഷ്യർക്ക് അധിവസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാവും നെൽകൃഷി ഇല്ല എങ്കിൽ. ഇപ്പം നമ്മൾ കണ്ടാണ് അടുത്തിടെ മണപ്പള്ളി പാടശേഖരത്ത്, അവിടെ മോട്ടോർ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നാണ്, അത് കേടായിപ്പോയി. പെട്ടെന്ന് മഴയും പെയ്തു,
വെള്ളം കയറി നിറഞ്ഞു. മനുഷ്യരുടെ ജീവിതം ദുസ്സഹമായി. നമ്മുടെ റോഡുകളും എന്തിന് മങ്കമ്പ് ഔട്ടം തിരുനാൾ സ്കൂൾ പോലും പ്രോപ്പറായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ മണപ്പള്ളിയിൽ കൃഷി വേണം. അതുതന്നെയാണ് നമ്മളുടെ കൈനഗിരി പ്രദേശത്തെ അവസ്ഥ. അപ്പം ഇതിന് കൊടുക്കേണ്ട പ്രാധാന്യം വളരെ വലുതാണ്. ബണ്ടുകൾ സംരക്ഷിച്ചു നിർത്താൻ, അതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ നമ്മൾ രണ്ടാം കുട്ടനാട് പാക്കേജ് പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി, എത്ര കോടി രൂപ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ചെലവഴിക്കാനായി എന്നുള്ളത് ആരെങ്കിലും വേണ്ട രീതിയിൽ ഗൗനിക്കുന്നുണ്ടോ? അവിടെ വലിയൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. ഇപ്പോൾ നമ്മളുടെ സംസ്ഥാനത്തിന് ആവശ്യമായ പച്ചക്കറികൾ നമ്മൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരിക. ഇവിടെ 2 കൃഷി നടത്തുന്നതിന് ചില പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് കൃഷിഭവന്റെയും ഇവരുടെ കൃഷി വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ചെറിയ ചെറിയ പാടശേഖരങ്ങളിൽ ഇതുപോലെ 2 കൃഷി ചെയ്യുന്ന പാടശേഖരങ്ങളിൽ നമുക്ക് ഒരു കൃഷി നെല്ലും ഒരു കൃഷി എന്തുകൊണ്ട് നമുക്ക് പച്ചക്കറി കൃഷി നടത്തിക്കൂടാ? നമുക്ക് സ്ഥിരം സംവിധാനം ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുത്തുകൊണ്ട് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊന്ന് 100 ഏക്കറുള്ള ഒരു പാടശേഖരം നമ്മൾ റെഗുലറായിട്ട് നെൽകൃഷിയും പച്ചക്കറി കൃഷിയും ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറിയുടെ ഒരു മേജർ ചങ്ക് നമുക്ക് അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. കർഷകർക്ക് അഡീഷണൽ വരുമാനമാകും. നമ്മുടെ പ്രദേശത്തിൻ്റെ ആ പാരിസ്ഥിതികമായിട്ടുള്ള പ്രാധാന്യം മനസ്സിലാക്കി ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. അവരുടെ അടുക്കളയിലോ അവരുടെ ബെഡ്റൂമിലോ വെള്ളം കയറാത്ത ഒരു സാഹചര്യം ഒരുക്കാൻ പറ്റും. അപ്പം അത് വളരെ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ടതാണ്. ഒരു കുടുംബത്തിൽ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണ്ട പരിഗണന നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ കണക്ക് വിശാല കുട്ടനാട് ഇതൊരു പ്രത്യേക ഒരു ഭൂപ്രദേശമാണ്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിനെ ചേർത്ത് പിടിക്കാൻ കരുതൽ അതിനു വേണ്ടിയിട്ടുണ്ടാവണം. വിശാല കാഴ്ചപ്പാടോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി പദ്ധതികൾ ആവിഷ്കരിക്കണം. ഒരു കാര്യമുണ്ട്, നമ്മുടെ UN ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ കുട്ടനാടിന് ഒരു പ്രത്യേക പരിഗണന നൽകി. ഗ്ലോബലി ഇമ്പോർട്ടൻ്റ് അഗ്രികൾച്ചറൽ ഹെറിറ്റേജ് സിസ്റ്റം 2013 ലഭിച്ചതാണ്. നമുക്കത് കിട്ടിയത് ഒരു അവാർഡായിട്ട് നമ്മുടെ ഷെൽഫിൽ കൊണ്ടുവന്ന് വെക്കുന്നതല്ലാതെ നമുക്കതിൻ്റെ സാധ്യതകൾ നമുക്ക് പ്രയോജനപ്പെടുത്താനായോ? ഇവിടെ നമ്മളുടെ ഒരു കുട്ടനാടൻ ബ്രാൻഡിൽ ജിഹാസിന്റെ സർട്ടിഫിക്കറ്റോട് കൂടി നമുക്ക് ഇവിടുന്ന് എന്തുകൊണ്ട് അരി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല? ബഹുമാനപ്പെട്ട മുൻ കളക്ടർ, ആലപ്പുഴയുടെ മുൻ കളക്ടറായിരുന്ന അലക്സ് വർഗീസ് സാർ ചില പ്രയത്നങ്ങൾ, ഒരു കായൽ രത്ന റൈസ് ബ്രാൻഡ് SB കോളേജുമായിട്ട് സഹകരിച്ചുകൊണ്ട് ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിയായിരുന്നു. പക്ഷെ അത് ഫോളോ ചെയ്യാൻ ആളില്ല. അവിടെയാണ് ബഹുമാനപ്പെട്ട VD സതീശൻ കുട്ടനാട്ടിലൂടെ കടന്നുപോയപ്പോൾ, ജനമുന്നേറ്റ ജാഥയുമായി കടന്നുപോയപ്പോൾ ഇവിടെ നമുക്കൊരു വാക്ക് തന്നു, കുട്ടനാടിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ അതോറിറ്റി രൂപീകരിക്കും. ഞങ്ങൾ വലിയ പ്രതീക്ഷയില്ല. കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ് നമ്മുടെ ഇതുവരെയുള്ള പെർസെപ്ഷൻ. അങ്ങനെ ആയതുകൊണ്ട് കുട്ടനാടിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കൂടാതെ ഇപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ഭരണമാറ്റം സംഭവിച്ചു. 10-20 വർഷക്കാലം മാറി മാറി LDFലും UDFലും നിന്ന് ഭരിച്ച, അല്ലെങ്കിൽ UDFലും LDFലും നിന്നും ഭരിച്ച ആളുകൾ മാറി പുതിയൊരാൾ കടന്നു വന്നിരിക്കുകയാണ്, ബഹുമാനപ്പെട്ട റെജി ചെറിയാൻ. പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇവിടുത്തെ നെൽ കർഷകന്റെ കൂടി ഒരു എന്താ പറയുന്നത്, അവരുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തിയാണ്. ഇനി ഞങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണത്. ആ നിലയിൽ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഞങ്ങൾ പ്രതീക്ഷയിലാണ്. കൂടാതെ നമ്മളുടെ വിശാല കുട്ടനാടിന്റെ പരിധിയിൽ വരുന്ന നിയോജക മണ്ഡലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന MLA മാർ, അവർക്ക് മിക്കവർക്കും കാർഷിക മേഖലയുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഉദാഹരണമായിട്ട് നാട്ടകം സുരേഷ്, അദ്ദേഹം ഏറ്റുമാനൂരിൻ്റെ MLA ആണ്. അദ്ദേഹം ഒരു നല്ല കർഷകനാണ്, നെൽ കർഷകനാണ്. പാടത്തിൻ്റെ വരമ്പത്ത് ഇറങ്ങി നിന്ന് നെൽകൃഷി ചെയ്യുന്ന, അല്ലെങ്കിൽ കർഷകരോടൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് കാർഷിക മേഖലയുമായിട്ട് നല്ല ബന്ധമുണ്ട്. കൂടാതെ വിനു ജോബ്, അദ്ദേഹം ചങ്ങനാശ്ശേരിയുടെ ഒരു ജനകീയനായിട്ടുള്ള ഒരു MLA ആണ്. അദ്ദേഹത്തിനോട് നമ്മൾ പോയി കണ്ടു പറഞ്ഞിട്ടുണ്ട്. തിരുവല്ലയുടെ MLA ആയിരിക്കുന്ന അഡ്വക്കേറ്റ് ശ്രീ മാമൻ, വർഗീസ് മാമൻ, കൂടാതെ അമ്പലപ്പുഴയുടെ MLA ഉണ്ട്. അദ്ദേഹത്തിനും നെൽ കാർഷിക മേഖലയുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട്. അപ്പം ഈ വിശാല കുട്ടനാട്ടിലെ MLA മാർ മുഴുവൻ ഞങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കുട്ടനാട് ഡെവലപ്മെന്റ് അതോറിറ്റി രൂപീകരിക്കാൻ അവർ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് സ്പെഷ്യൽ പാക്കേജുകൾ ഈ പ്രദേശത്തിന് നൽകി ഈ ജനങ്ങളെ, ഇവിടെ താമസിക്കുന്ന അധിവസിക്കുന്ന ജനങ്ങളുടെ
സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതികമായ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക്. അപ്പം അതുപോലെ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു സംഭവത്തിലേക്ക് ഞാൻ ശ്രദ്ധ കൊണ്ടുവരികയാണ്. നമ്മുടെ തണ്ണീർമുക്കം ബണ്ട് തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ ഒരു പ്രളയ ഇതിനെ നിയന്ത്രിക്കുന്നതിൽ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? നമ്മുടെ തണ്ണീർമുക്കമായാലും തോട്ടപ്പള്ളി ആയാലും കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പാരിസ്ഥിതികമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഈ ബണ്ടുകൾ, പ്രത്യേകിച്ച് തണ്ണീർമുക്കം ബണ്ട് വന്നത് ഒരു വെള്ള വ്യാപനം വേനൽക്കാലത്ത് തടയുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. എന്നാൽ തോട്ടപ്പള്ളി സ്പിൽവേ വന്നത് നമ്മുടെ മൺസൂൺ കാലത്ത്, വർഷകാലത്തുണ്ടാകുന്ന വെള്ളത്തിൻ്റെ അതിഭയങ്കരമായിട്ടുള്ള കുത്തൊഴുക്കിലൂടെ അത് കുട്ടനാടിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളെ മുക്കിക്കളയാതിരിക്കാൻ പെട്ടെന്ന് അതിനെ കടലിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് തോട്ടപ്പള്ളി സ്പിൽവേ സ്ഥാപിതമായത്. പക്ഷെ അതിൻ്റെ ഉദ്ദേശിച്ച പ്രയോജനം നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ തോട്ടപ്പള്ളി കഴിഞ്ഞ കുറേ നാളുകളായി തോട്ടപ്പള്ളിയിൽ ഒരു വലിയൊരു സംഘർഷാവസ്ഥയുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ വളരെ വില കൂടിയ ധാതു സമ്പത്തായിട്ടുള്ള കരിമണലുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങളും ചില പ്രശ്നങ്ങളും അവിടെ ഉണ്ട്. അതൊന്നും നമ്മൾ വേറെ രീതിയിലല്ല പറയുന്നത്. ഇപ്പോഴവിടെ ഉടലെടുത്തിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ അവിടെ മാറ്റി സ്ഥാപിച്ച ഷട്ടറുകൾ, ആ ഷട്ടറുകൾക്ക് ഉയരം പോരാ. അത് സ്ഥാപിച്ചിരിക്കുന്നത് മിക്ക ഷട്ടറുകളും ശരിയായിട്ടുള്ള രീതിയിലല്ല സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ വിടവിലൂടെ വേനൽക്കാലത്ത് വെള്ളം ആ കരിമണൽ അതിൻ്റെ പൊഴിമുഖത്തു നിന്ന് എടുത്തു മാറ്റിയത് കാരണം കടലിൽ നിന്ന് വേനൽക്കാലത്ത് നമ്മുടെ പ്രദേശത്തേക്ക് അമിതമായിട്ടുള്ള വേലിയേറ്റം ഉണ്ടാകുമ്പോൾ കവിഞ്ഞു കയറുന്ന ഒരു സാഹചര്യമുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യവും തണ്ണീർമുക്കത്തെ ബണ്ടുകൾ കഴിഞ്ഞ ഏപ്രിൽ 15-ാം തീയതിയോടുകൂടി അത് തുറക്കുന്ന, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ഒരു ഡേറ്റിൽ തുറക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പം തോട്ടപ്പള്ളിയിലെ സ്പിൽവേ ഷട്ടറുകൾ കൂടി തുറന്നെങ്കിൽ മാത്രമേ ഉള്ളൂ വർഷകാലത്ത്, അതായത് നമ്മുടെ മൺസൂണിൻ്റെ സമയത്തുണ്ടാകുന്ന കുട്ടനാട്ടിലേക്ക് ഒഴുകി വരുന്ന വെള്ളം ഒരു പരിധി വരെ അങ്ങേപ്പുറത്തേക്ക് തുറന്നു പോകത്തുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ ബഹുമാനപ്പെട്ട കുട്ടനാട് MLA-ക്ക് ലഭിച്ചു. വർഷകാലം ആരംഭിക്കാൻ പോകുന്നു, അനിയന്ത്രിതമായിട്ടുള്ള മഴ വരും. അപ്പം സ്വാഭാവികമായിട്ടും കുട്ടനാടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഭൂമിശാസ്ത്രപരമായി ഒരു നിയോജക മണ്ഡലം എന്നുള്ള രീതിയിൽ 13 പഞ്ചായത്തുകളാണെങ്കിൽ പോലും കുട്ടനാടെന്ന് പറയുന്ന ഒരു വലിയൊരു ഭൂപ്രദേശമാണ്. അപ്പം ഈ ഒരു മണ്ഡലത്തിൽ വെള്ളം വന്നാൽ അടുത്ത മണ്ഡലത്തിലേക്ക് പോകാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതും ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഒഴുകിപ്പോവും. അപ്പം കുട്ടനാട്ടുകാരുടെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയതാണെന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ നമുക്കറിയത്തില്ലല്ലോ, പല ടെർമിനോളജികളും ഉണ്ടല്ലോ, പല പ്രോട്ടോക്കോളുകളും ഉണ്ടല്ലോ. അതിപ്പം അതിലെന്തെങ്കിലും ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ബഹുമാനപ്പെട്ട അമ്പലപ്പുഴ MLA സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചിരപരിചിതനാണ്. അദ്ദേഹത്തിന് വളരെയേറെ അനുഭവ സമ്പത്തുണ്ട്. അദ്ദേഹത്തിന് സ്നേഹബുദ്ധി അത് പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ്. അതിനെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ ആ കാര്യങ്ങൾ, ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതിനെ ഒരു വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാവരും വളരെ പ്രാധാന്യം അർഹിക്കുന്നവരാണ്. ഇവരുടെ സഹായ സഹകരണത്തോടെ നമ്മളുടെ വിഷയങ്ങൾ അസംബ്ലിയിൽ നിന്ന് നമ്മുടെ വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിലും പെടുത്താൻ ഇവരുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവങ്ങൾ തീർച്ചയായിട്ടും അത് ഒഴിവാക്കാമായിരുന്നതാണ് എന്നുള്ളതാണ് വ്യക്തിപരമായി എൻ്റെ ഒരു അഭിപ്രായം. അതിനെ പ്രൊലോങ് ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. രണ്ടുപേരും വളരെ സമർത്ഥരായിട്ടുള്ള ജനപ്രതിനിധികളാണ്. ആ നിലയ്ക്ക് അതിൻ്റെ ഒപ്പം ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഈ പ്രളയത്തെ നിയന്ത്രിക്കാനുള്ള ശാസ്ത്രീയമായ മാർഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ആലപ്പുഴ ടൗണിലൂടെ ഒഴുകുന്ന ആ ഒരു കനാല്, അത് ഒഴുക്ക് നിലച്ചിരിക്കുകയാണ്. അവിടെ വേണ്ട 1-2 കിലോമീറ്റർ അത് കുറച്ചുകൂടെ നീട്ടിക്കഴിഞ്ഞാൽ കടലിലേക്ക് തുറക്കാൻ സാധിക്കും. അങ്ങനെ പല നിർദ്ദേശങ്ങൾ പല കാലഘട്ടത്തിൽ പല കളക്ടർമാർ വരെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ആ കനാല് ശുദ്ധമാവും, കുട്ടനാട്ടിലെ വെള്ളം ഒലിച്ചു പോവും. അതുപോലെ മെക്കാനിക്കൽ പമ്പിങ്, ഇങ്ങനെ എന്താണ് നിങ്ങൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്? ഇത് പല കർഷകരും പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു പാടശേഖരം മോട്ടോർ വെച്ച് പമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കുട്ടനാട്ടിലെ മുഴുവൻ പാടശേഖരത്തിൽ ഉപയോഗിക്കുന്ന അത്രയും പവറുള്ള ഒരു മോട്ടോർ ഉണ്ടെങ്കിൽ കുട്ടനാട്ടിലെ പ്രളയത്തെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് പല കർഷകരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിലുണ്ടല്ലോ, പലരും പറയുന്ന ഈ ഒരു വിഷയം ഡച്ച് മോഡൽ എന്ന് പറയാറുണ്ട്. നമ്മളിവിടെ ഓൾറെഡി അപ്ലൈ ചെയ്തിരിക്കുന്ന കാര്യമാണിത്. നമ്മൾ ഓരോ പാടശേഖരത്തും നോക്കിക്കേ, ഞാൻ മുമ്പ് സൂചിപ്പിച്ച 24,000 കായൽ പാടശേഖരം
ഈ പാടശേഖരമെല്ലാം ഒരു കാലത്ത് വേമ്പനാട്ടുകായലായിരുന്നു. അതെ, അവിടുന്ന് എല്ലാം ഇപ്പോഴും വെള്ളം വറ്റിച്ചാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. 6-7 മാസക്കാലം നമ്മൾ അവിടെ വെള്ളം വരാതെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഡീഹൈഡ്രേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മളവിടെ കൃഷി ചെയ്യുന്നത്. നമ്മൾ വേറെ എങ്ങും പോകണ്ട. 6 ബ്ലോക്ക് എത്രയോ വർഷങ്ങളായിട്ട് നമ്മളത് ചെയ്തുകൊണ്ടിരുന്ന. നമ്മുടെ മുന്നിൽ എല്ലാ ടെക്നോളജിയും ഉണ്ട്, സാധ്യതകളുണ്ട്. ഇവിടെ ഈ പറഞ്ഞ പോലെ ആലപ്പുഴ ആ കനാലിന്റെ പരിസരത്തൂടെ ചില സമയത്ത് നമുക്ക് നടക്കാൻ പറ്റത്തില്ല. എത്രയോ കോടി രൂപയാണ് നമ്മൾ ഓരോ വർഷവും അതിന്റെ റെസ്റ്റോറേഷന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്. അപ്പൊ ദീർഘവീക്ഷണത്തോടു കൂടി ഈ വരുന്ന വെള്ളം അത് എങ്ങനെ അവിടെ നിന്നൂടെ നമുക്ക് കടലിലെത്തിക്കാം. കൂടാതെ നമുക്ക് ഒത്തിരി പൊഴികളുണ്ട്. അതിൻ്റെയൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള റെഗുലേഷൻ ഉണ്ടാവണം. ഓരുമുട്ടുകൾ വേറൊരു പ്രതിസന്ധിയാണ്. കയറി കഴിഞ്ഞാണ് പലയിടത്തും നമ്മൾ ഓരുമുട്ടുകൾ ഇടുന്നത്. ഇപ്പോഴും നമ്മൾ മണൽച്ചാക്കും തടി കഷ്ണവും വെച്ചാണ് നമ്മളത് സ്ഥാപിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള എത്രയോ വർഷങ്ങളായി നമ്മളിവിടെ ഫോർ ഷുവർ നമ്മൾ ഇവിടെ അധിവസിക്കേണ്ടവരാണ്. നമുക്ക് ഈ പ്രദേശം ബഹുമാനപ്പെട്ട നമ്മുടെ UN ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു വിദഗ്ധനായ ഡോക്ടർ മുരളി തുമ്മാരി കൂടി പറഞ്ഞ കണക്ക് നമുക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇവിടെ ജനവാസം പോയിട്ട് നെൽകൃഷി പോലും ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെയല്ല. 2,40,40,000-ഓളം കർഷകരും അനുബന്ധ ജോലി ചെയ്യുന്നതുമായിട്ടുള്ള സാധാരണ ജനങ്ങൾ അധിവസിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ഇവിടെ നമുക്ക് വിട്ടൊഴിയാനാവില്ല. 2050 നമ്മളുടെ ജലവിധാനം ഉയരുന്നതെങ്കിൽ 25 വർഷക്കാലം ഇനിയുമുണ്ട്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒക്കെ സഹായത്തോടെ ചന്ദ്രനിലെ ശിവശക്തി പോയിന്റിലാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വേലിയേറ്റത്തിന്റെ കാരണക്കാരനായ ചന്ദ്രനിൽ പോലും നമുക്ക് എത്തിപ്പെടാൻ ആയി എങ്കിൽ നമുക്കിവിടെ ഏതാനും കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഈ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ നമുക്ക് പരിഹരിക്കാൻ പറ്റില്ലെന്ന് ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഇതിനെല്ലാം ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു കളക്ടർ വന്നു, ജില്ലാ കളക്ടർ വന്നു. അദ്ദേഹം ഒരു പദ്ധതി തുടങ്ങി വെച്ചു. ഓരോ മനുഷ്യർക്കും ഓരോ കാഴ്ചപ്പാടുകളും ഐക്യവും എല്ലാം ഡിഫറെൻ്റ് ആണ്. സിസ്റ്റം അത് തുടരുക തന്നെ വേണം. പക്ഷേ നമ്മളുടെ ആവശ്യം എന്താണ്? ഒരു പദ്ധതി വന്നാൽ അതിനെ തുടക്കത്തിൽ നിന്ന് ഒടുക്കം വരെ എത്തിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഗുണം ആത്യന്തികമായി അത് ലക്ഷ്യം വെക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടൂ. അപ്പോൾ അതിനെന്ത് വേണം? സ്ഥിരത വേണം. സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു അതോറിറ്റി രൂപീകരിക്കണം. ഈ പറയപ്പെടുന്ന വാട്ടർ ലെവൽ മെയിൻ്റെനൻസ് അടക്കം, ഇവിടുത്തെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം അടക്കം പുരോഗതി അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ അടിയന്തരമായി ഒരു അതോറിറ്റി രൂപീകരിക്കണം. ആ അതോറിറ്റി വിവിധ വകുപ്പുകളുടെ ഒരു കോർഡിനേഷൻ കൗൺസിൽ തന്നെ ആവണം. ഇവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. വൈദ്യുതി ഇലക്ട്രിസിറ്റി വകുപ്പിന്റെ പിന്തുണയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. PWD, മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, കൃഷി വകുപ്പ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, ഇവരെ എല്ലാം കൂടെ സംയോജിപ്പിക്കുന്ന ഒരു സ്പെഷ്യൽ പവറുകളുള്ള ഒരു അതോറിറ്റി രൂപീകരിക്കുക. ആ അതോറിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇവിടുത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാധ്യതകൾ, നമുക്ക് ഒത്തിരി അവസരങ്ങളുള്ളതാണ് ടൂറിസം രംഗത്ത് സാധ്യതകൾ ഉണ്ടെന്ന് പറയുമ്പോഴും ഇപ്പോഴുള്ള ഹൗസ് ബോട്ടുകളുടെ മാലിന്യം പോലും നമുക്ക് ശരിയായിട്ട് സംസ്കരിക്കാനാവുന്നില്ല. എന്നാലോചിച്ച് നോക്കണം. അപ്പം ഇതിൻ്റെ അകത്തെല്ലാം പ്രതിഫലിക്കുന്നതിനാണ് വേണ്ടത്ര ജാഗ്രതാ നിർദ്ദേശം, അല്ലെങ്കിൽ അത് ജാഗ്രത പാലിക്കാൻ എത്ര ഹൗസ് ബോട്ടുകൾ ഓടുന്നുണ്ട് എന്ന് അതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് പോലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. എന്താണ്? വ്യാജ ID-യിൽ ഓടുന്ന ഹൗസ് ബോട്ടുകളുണ്ട്. അപ്പം അതൊക്കെ നമുക്കൊരു ചെറിയ പ്രദേശത്ത് അത് നിയന്ത്രിക്കാനാവുന്നില്ല എങ്കിൽ അതൊക്കെ ആരുടെ കുഴപ്പമാണ്? നമുക്ക് സിസ്റ്റം ഇല്ലാഞ്ഞിട്ടല്ല. നമുക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു അപകടം ഉണ്ടാകുമ്പോൾ എല്ലാ വകുപ്പുകളും അവിടെ ഓടി വരും. നമ്മളപ്പോൾ വിചാരിക്കുന്നത് ഇത്രയും വകുപ്പുകളൊക്കെ ഉണ്ടോ? സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അപ്പോഴാണ് ആലോചിക്കുന്നത്. ഒരു അത്യാഹിതം ഉണ്ടാകുമ്പോൾ മാത്രമാണ് സർക്കാരിൻ്റെ ഏതെല്ലാം വകുപ്പുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതെന്നുള്ളത് നമ്മൾ അറിയുന്നത്. ആ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. അത് ഭരണ തലപ്പത്തിൽ മാത്രമല്ല, അതിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ വരെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഈ കുട്ടനാടിന് വേണ്ടി ഒരു സ്പെഷ്യൽ അതോറിറ്റി രൂപീകരിച്ച് സമഗ്രതയിൽ ഇതിനെ നോക്കിക്കാണാനായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടോ? അതോടൊപ്പം നമ്മളുടെ കേന്ദ്ര ഗവൺമെൻറ് പല ഘട്ടങ്ങളിലായി എയിംസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി തൃശ്ശൂർ MP ആയിരിക്കുന്ന സുരേഷ് ഗോപി സാർ ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അതിന് വേണ്ട പരിഗണന എനിക്കൊന്ന് ആലപ്പുഴക്കാരായിട്ടുള്ള നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത്, പറയുമ്പം ആദ്യമേ കേൾക്കുമ്പോൾ പലർക്കും അതൊരു
അനാവശ്യമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് തോന്നുന്നു. പക്ഷെ ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും 6 ബ്ലോക്ക് എന്നൊരു പറഞ്ഞ പ്രദേശം ഇപ്പം വെറുതെ ബഞ്ചറായിട്ട് കിടക്കുകയാണ്, കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ്. 1400 ഏക്കർ ഭൂവിസ്തൃതിയുള്ള ഒരു പ്രദേശം, റിസോഴ്സ് അതായത് ഒരു മനുഷ്യനെ പോലും ഡിസ്പ്ലേസ്മെന്റ് ചെയ്യരുതാത്ത ഒരു പ്രദേശം. NH-47 വളരെയേറെ പ്രോക്സിമിറ്റി ഉണ്ട്. ഏകദേശം 8 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. AC റോഡുമായിട്ട് 12.5 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ്, MC റോഡുമായിട്ട് 13.5 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ്. ഇവിടെ എയിംസ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ലോകോത്തര നിലവാരമുള്ള ഒരു നിർമ്മാണ മാതൃകയായി നമുക്കിവിടെ മാറ്റാൻ പറ്റും. നമുക്കറിയാം ചൈനയിലെ ഷാങ്കായി എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം എന്ന് പറയുന്നത് പുഡോങ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അത് നമ്മുടെ കുട്ടനാടുമായിട്ട് വളരെ സാമീപ്യം അല്ലെ സാദൃശ്യമുള്ള ഒരു സ്ഥലമാണ്. അതിനെ ലോകത്തിലെ ഏറ്റവും ബിസിനസ് പരമായി ഏറ്റവും കൂടുതൽ വിലയുള്ള ഒരു ഭൂപ്രദേശമായി മാറ്റി അതിൻ്റെ പിന്നിൽ ബോധപൂർവമായിട്ടുള്ള എഞ്ചിനീയറിങ്ങും നമ്മളുടെ സർക്കാരിൻ്റെ തലത്തിലുള്ള ഇടപെടലുകളുമുണ്ട്. ആ രീതിയിൽ നോക്കിയാൽ എയിംസ് കുട്ടനാട്ടിൽ 6 ബ്ലോക്കിൽ സ്ഥാപിച്ചാൽ വളരെ വലിയ ഒരു ഈ പ്രദേശത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുതിച്ചുചാട്ടമായി മാറും. അതുകൂടാതെ ആരോഗ്യ പരിപാലന രംഗത്ത് വളരെയധികം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്സിന് അനിവാര്യമായിട്ടുള്ള പല സാഹചര്യങ്ങളും നമുക്ക് ഒരുക്കാൻ പറ്റും. ടൂറിസം രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകും. പ്രാദേശികമായിട്ടുള്ള വളരെയേറെ തൊഴിലവസരങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടും. മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്കടക്കം അവർക്ക് വലിയൊരു മാർക്കറ്റായിരിക്കും. മറ്റു പല രീതിയിലും കാർഷിക മേഖലയ്ക്കും വലിയൊരു മുതൽക്കൂട്ടാകും. അതിലുപരി ഇത്രമാത്രം വലിയൊരു നിർമ്മാണം അവിടെ വന്നാൽ നമ്മുടെ വെള്ളപ്പൊക്കത്തിന് ശാശ്വത പരിഹാരമാകത്തക്ക രീതിയിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും കൂടെ അസിസ്റ്റൻസോടുകൂടി വാട്ടർ റെഗുലേഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും കൂടെ പിന്തുണ ലഭിക്കാനായിട്ടുള്ള ഒരു അവസരം കൂടി ഉണ്ടാവും. അതുകൊണ്ട് കുട്ടനാടിന് പല പല അവസരങ്ങളുണ്ട്. ടൂറിസം, കാർഷിക മേഖല മാത്രമല്ല, ഇതുപോലുള്ള കാര്യങ്ങൾ കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളുടെ കേരളത്തിൻ്റെ തനതായ ആയുർവേദ ടൂറിസവും ഈ ആയുർവേദവുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾക്കും ഇതിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനാവും. അപ്പം നമ്മൾ മൊത്തത്തിൽ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. ബാക്കിയെല്ലാം കാലം തെളിയിക്കട്ടെ. നെൽകർഷക സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളുവെന്നാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. ആലപ്പുഴയിൽ നിന്നും ഷെക്കീന ന്യൂസിനു വേണ്ടി ആന്റണി ടോം.